ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കട്ടപ്പന ഗവൺമെന്റ് കോളേജുമായി സഹകരിച്ചു നടത്തിയ ജോബ് ഫെയർ ഉദ്യോഗാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. കേരളത്തിലും വിദേശ രാജ്യങ്ങളിലുമായുള്ള ലുലു ബിസിനസ് ഗ്രൂപ്പിന്റെ കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങളിലേക്കാണ് തൊഴിൽ മേളയിൽ അഭിമുഖം നടന്നത്. 547 പേർ പങ്കെടുത്തതിൽ 314 പേർക്ക് സെലക്ഷൻ ലഭിച്ചു. ഇടുക്കി ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നടത്തിയ പ്രയുക്തി 2025 രണ്ടാമത്തെ മെഗാ റിക്രൂട്ട്മെന്റാണ് കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ വെച്ച് നടന്നത്. ജില്ലയിലെ അഭ്യസ്തവിദ്യരായ ഉദ്യോഗാർത്ഥികളുടെ തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിധിവരെ ആശ്വാസം കണ്ടെത്താൻ തൊഴിൽമേളയിൽ സാധിച്ചു എന്നും തൊഴിൽമേള വൻ വിജയമായിരുന്നുവെന്നും ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസ് അധികൃതർ പറഞ്ഞു. ഇതിനകത്ത് ഏകദേശം ഒരു 500 പേർക്കെങ്കിലും സ്പോട്ട് രജിസ്ട്രേഷൻ, സ്പോട്ട് ഓഫർ ലെറ്റർ കൊടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം തുടർന്ന് അവരുടെ രണ്ടാമത്തെ സ്ക്രീനിങ്ങിന് ശേഷം പെർമനന്റ് അപ്പോയിൻമെന്റ് കൊടുക്കുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും വളരെ ജനപങ്കാളിത്തം കൊണ്ടും അതുപോലെ തന്നെ കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ടും വളരെ ശ്രദ്ധേയമായിട്ടുണ്ട്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചോളം യുവാക്കളുടെ സ്വകാര്യ മേഖലയിലുള്ള ഒരു സ്വപ്നം ഇതിനോടുകൂടി സാക്ഷാത്കരിക്കപ്പെടുകയാണ്. ഈ അവസരത്തിൽ ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ വരുമ്പോൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തണമെന്നാണ് ഈ ജില്ലയിലെ ഉദ്യോഗാർത്ഥികളോട് ഈ നിമിഷത്തിൽ ആവശ്യപ്പെടുന്നത്. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസും കട്ടപ്പന ഗവൺമെന്റ് കോളേജും സഹകരിച്ചുകൊണ്ടാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത്. കേരളത്തിലും വിദേശ രാജ്യങ്ങളുമായുള്ള ലുലു ബിസിനസ് ഗ്രൂപ്പിന്റെ കേരളത്തിലെ വിവിധ സ്ഥാപനങ്ങളിലേക്കായി 1500-ലധികം വേക്കൻസികളിലേക്കാണ് അഭിമുഖം നടന്നത്. അഭിമുഖത്തിൽ 547 പേർ പങ്കെടുത്തു. ഇതിൽ 314 പേർക്ക് സെലക്ഷൻ ലഭിക്കുകയും ചെയ്തു. മേളയിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ അഭിരുചിക്കും യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ളതുമായ ഒരു തൊഴിൽ തിരഞ്ഞെടുക്കാനുള്ള അവസരമാണ് ഒരുങ്ങിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജച്ചൻ നിറാണക്കുന്നേൽ തൊഴിൽമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ രാജേഷ് വി ബി, കട്ടപ്പന ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി കണ്ണൻ, ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ നവാസ് അഹമ്മദ്, വിശ്വനാഥൻ പി എൻ, മനിജ എബ്രഹാം, അനൂപ് ജയ് എന്നിവർ നേതൃത്വം നൽകി.